ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർഗിരിസംഭൂതരാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാ പുനാതു പുനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ 16-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് വിശ്വാമിത്രൻ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാരെ ആവശ്യപ്പെട്ടതും അതിൽ ദശരഥനുണ്ടായ ചില വൈമനസ്യങ്ങളും ഒടുവിൽ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം മക്കളെ അയക്കാൻ തയ്യാറാവുന്നതൊക്കെയാണ്. അതുമാർക്കുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. പിന്നെയുള്ള പ്രധാന ഭാഗം നാടകാവധം മുതലായതാണ്. അസ്ത്രവിദ്യ, ബല, അതിബല മുതലായ മന്ത്രങ്ങൾ ഉപദേശിക്കുന്നത്. ആ ഭാഗങ്ങൾ കേൾക്കാം. അപ്പോൾ വസിഷ്ഠ നിർദ്ദേശപ്രകാരം തൻ്റെ മക്കളെ അയക്കാമെന്ന് സമ്മതിച്ചു ദശരഥൻ. അതിനുശേഷമുള്ള വിവരങ്ങൾ പറയുകയാണ്. അപ്പോൾ സന്തോഷമായിട്ട് ആ വിശ്വാമിത്രൻ കുട്ടികളെ കൂട്ടി പുറപ്പെടുകയാണ്. ആ ഭാഗമാണ് 22, 23 ആയിട്ട് പറയുന്നത്. 21-ാമത്തെ സർഗത്തിൻ്റെ അവസാനത്തിലെ വിശ്വാമിത്രൻ സന്തുഷ്ടനായ അവരെയും കൂട്ടിയിട്ട് പോയി എന്നാണ് ഒടുവിൽ പറഞ്ഞത്. ഇതി മുനിവചനാൽ പ്രസന്നജിത്തോ രഘുവൃഷഭസ്ഥ മമോദവർത്തിവഗ്ര്യ. സന്തോഷിച്ചു വിശ്വാമിത്രൻ. ദശരഥൻ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി മക്കളെ അയക്കുന്നതിന് സന്തോഷിച്ചു. അതിനുശേഷമാണ് 22 പറയുകയാണ്. അതാ ഇവരൊക്കെ കേട്ടതിന് ശേഷം അവരെ അടുത്തേക്ക് കുറിച്ച് സപുത്രം മൂർധ്നുഭാഗ്രായ രാജാ ദശരഥ. രാമലക്ഷ്മണന്മാരെ അടുത്ത് പിടിച്ചിട്ട് അവരുടെ മൂർധാവിൽ മുകർന്നു. അതിനുശേഷം പുഷ്പവൃഷ്ടൻ മഹത്യാസീൻ ദേവദുന്ദുഭി നിസ്വനൈ ശംഖദുന്ദുഭി നിർഘോഷാ പ്രയാതേതു മഹാത്മനി. ഈ മഹാത്മാവായ വിശ്വാമിത്രൻ്റെ കൂടെ ഈ കുമാരന്മാർ പുറപ്പെട്ടപ്പോൾ ദേവന്മാർ എല്ലാം പുഷ്പധ്വനി അല്ല പുഷ്പവർഷങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാൻ. അത് അവർ പോയിക്കൊണ്ടിരിക്കെ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോവാണ്. മനോഹരമായിട്ട് വിളിച്ചു ആ രാമലക്ഷ്മണന്മാരെ. രാമേതി മധുരം വാണിം വിശ്വാമിത്രഭ്യഭാഷത. വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് രാമ എന്നിങ്ങനെ വിളിച്ചു. അതിനുശേഷം അവരോട് പറഞ്ഞു, ഗൃഹാണവത്സലിലമ്മാഹുർക്കാലസ്യ പരിചയ. അല്ലോ രാമ, ഞാൻ നിനക്ക് ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം. രാമനോടും ലക്ഷ്മണനോടുമായിട്ട് പറയാണ്, നിങ്ങൾ ജലസ്പർശം ചെയ്ത് ആചമനം ചെയ്തിട്ട് വരൂ എന്ന് പറയാൻ. വൈദിക ക്രിയകളൊക്കെ ആചമനം പ്രധാനപ്പെട്ടതാണ്. കണ്ണ്, മൂക്ക്, ചെവി മുതലായതൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ സ്പർശിച്ച് ശുദ്ധമാക്കലാണ് ചുരുക്കത്തിൽ ആചമനം. ആ ആചമനം ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മന്ത്രഗ്രാമം ഗൃഹാണത്വം ബലാം അതിബലാം തഥാ. ഞാൻ നിങ്ങൾക്ക് ബല അതിബല എന്നുള്ള പ്രസിദ്ധമായ മന്ത്രങ്ങൾ ഉപദേശിക്കാം. അത് സ്വീകരിക്കാനായിട്ട് ആചമനം ചെയ്ത് വരൂ എന്ന് പറഞ്ഞു. അവരങ്ങനെ വന്നു. എന്നിട്ട് ആ മന്ത്രത്തിൻ്റെ ഗുണങ്ങളൊക്കെ പറയുകയാണ്. നശ്രമോ നജ്വരോ വാതേ നരൂപസ്യ വിദ്യയ നജസുപ്തം പ്രമത്തം വാ ദർശയന്തി നൈരത ബാഹോ സദൃശോ വീര്യേ പൃഥിവ്യാമസ്തി കശ്ചന ത്രിഷു ലോകേഷു വാ രാമ നഭവിൽ സദൃശസ്തവ ബലാമതിബലാഞ്ജൈവ പഠതസ്താത രാഘവ. ഈ ബല അതിബല എന്നുള്ള മന്ത്രങ്ങളുടെ പ്രാധാന്യം പറഞ്ഞാൽ ഇത് പഠിച്ചുറപ്പിച്ച് ഇതിനെ സിദ്ധി വരുത്തി കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല, ജരാതരകളൊന്നും ബാധിക്കില്ല, രൂപത്തിന് വിപര്യം ഉണ്ടാവില്ല, നിങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് വരില്ല. ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഈ യമൻ വന്നിട്ട് നിങ്ങളെ വധിക്കില്ല. അതായത് ഉറക്കലൊന്നും മരണം ഉണ്ടാവില്ല എന്നാണ്. എന്നത്തെ സുപ്തം പ്രമത്തം വാ, ഒരു പ്രമാദം പറ്റില്ല, ബാഹുവീര്യത്തിന് നിങ്ങൾക്ക് തുല്യമായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മന്ത്രം ഞാൻ ഉപദേശിക്കാം എന്നാണ് വിശ്വാമിത്രൻ അവരോട് പറഞ്ഞത്. അവരെന്ത് ചെയ്തു? ജലസ്പർശം ചെയ്ത് ആചമനം ചെയ്തിട്ട് വരികയും ചെയ്തു. എന്നിട്ട് ഏതത് വിദ്യാദ്വയേന ഭവേദ സദശസ്തവ അവർക്ക് ഉപദേശിക്കുകയും ചെയ്തു. ക്ഷുൽപിഭാസേനതേ രാമ ഭവിഷ്യേന ഉത്തമ. നിങ്ങൾക്ക്
വിശപ്പോ ദാഹമൊന്നും ഉണ്ടാവില്ല. ധാരാളം നടക്കേണ്ടതാണല്ലോ. ഒരു കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് വനയാത്ര കൊണ്ടുള്ള ക്ലേശങ്ങളോ വിശപ്പ് ദാഹമുള്ള ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപദേശിച്ചത്. പിതാമഹൃതേ വിഹ്യേതേ വിദ്യേ തേജസ്സമന്വിതേ. ഇത് പിതാമഹനായിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്ന് തന്നെ പണ്ട് നേടിയിട്ടുള്ള വിദ്യയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ഗുണങ്ങളൊക്കെ ധാരാളം ഗുണങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനും ക്ലേശമില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പ്രദാതും തവകാസ്തും ഹി അർത്ഥിവ തതോ രാമോ ജലം സ്പൃഷ്ട പ്രഹിഷ്ടവതൻ ശുചി. അപ്പോൾ രാമൻ ജലസ്പർശം ചെയ്തു വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ മന്ത്രം ഉപദേശിച്ചു. അവരത് സ്വീകരിച്ചു. പ്രതിജഗ്രാഹത്തെ വിദ്യേ മഹർഷേർ ഭാവിതാത്മന. ഭാവിതാത്മാവായിരിക്കുന്ന ആ വിശ്വാമിത്രൽ നിന്ന് വിശുദ്ധാത്മാവായിരിക്കുന്ന വിശ്വാമിത്രൽ നിന്ന് ആ 2 മന്ത്രങ്ങൾ, മന്ത്രം എന്താണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ചില മന്ത്രങ്ങൾ ബ്രാഹ്മണങ്ങളിലൊക്കെ ഉള്ളത് പറയപ്പെടുന്നു. ആ മന്ത്രം കൊടുത്തു. അങ്ങനെ അവർ യാത്ര തുടരുകയും ചെയ്തു. 3 പേരും രാത്രിയിൽ എന്ത് ചെയ്തു? സരയൂ തീരത്ത് താമസിച്ചു. സരയൂ അയോധ്യയുടെ സമീപ പ്രദേശമുള്ള നദിയാണ്, പ്രഖ്യാതമാണ്. ആ സരയൂ നദീ തീരത്ത് അന്ന് രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ ഒരു സുഖമായി ഉറങ്ങുന്ന ആ കുട്ടികളെ വിശ്വാമിത്ര വാത്സല്യത്തോടു കൂടി വിളിച്ചു. അതാണ് പ്രഖ്യാതമായ ശ്ലോകമാണ്. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യ പ്രവർത്തതേ തിഷ്ടനരശാർദൂല കർത്തവ്യം ദൈവവന്യകം. ഇത് പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ റേഡിയോയിലൊക്കെ കേട്ടിട്ട് ആൾക്കാർ വിചാരിക്കാറുള്ളത് തിരുപ്പതിയെക്കുറിച്ചുള്ള എന്തോ ഒരു ഉദയഗീതമാണെന്നൊക്കെ വിചാരിക്കുക. അത് വാൽമീകി രാമായണത്തിലുള്ളതാണ്. അത് പറയാണ് കൗസല്യയുടെ നല്ല മകനെ നീ എഴുന്നേൽക്കുന്നതാണ്. വളരെ സന്തോഷമായി സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യ പ്രവർത്തതേ. സന്ധ്യകൾ പ്രധാനമായി 2ആണുള്ളത്. ആദ്യത്തിൽ ഉദയസന്ധ്യ, മറ്റേ പ്രദോഷസന്ധ്യ എന്ന് പറയും, വൈകുന്നേരത്തന്നെ. അഥവാ സായം സന്ധ്യ എന്ന് പറയും. മറ്റത് ഈ സന്ധ്യാസമയങ്ങളിലൊക്കെ വൈദികമായ കൃത്യങ്ങൾ, ക്ഷത്രിയന്മാർ വേദവിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്. വൈദികമായി സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്യണം. അവിടെയാണ് ഉഷസന്ധ്യ. രാവിലെയുള്ളതിന് ഉഷസന്ധ്യ എന്ന് പറയും, വൈകുന്നേരം സായം സന്ധ്യ എന്ന് പറയും. അപ്പോൾ ആ സന്ധ്യ പൂർവാസന്ധ്യ പ്രവർത്തതേ. ആദ്യത്തെ സന്ധ്യ, രാവിലത്തെ സന്ധ്യ. നമുക്കിപ്പോൾ സന്ധ്യ കേട്ടാൽ പലരും വൈകുന്നേരം എന്നുള്ള വിചാരമേ ഉള്ളൂ. അങ്ങനെയല്ല, സന്ധിക്കുന്നതാണ് സന്ധ്യ. രാത്രി എന്തിനോട്? പകലിനോട് സന്ധിക്കുന്നതാണ് ഉഷസന്ധ്യ. പകൽ എന്ന് രാത്രിയോട് സന്ധിക്കുന്നതാണ് സായം സന്ധ്യ. പിന്നെ സന്ധ്യാവന്തനാദികളികൾ ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. വിളിച്ചു നോക്കിയോ ഉത്തിഷ്ഠനര ശാർദൂല. ശാർദൂലത്തെ സാധാരണ പുലി സിംഹം എന്നൊക്കെയുള്ള രാജാക്കന്മാരെ വിശേഷിപ്പിക്കുക സാധാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. അങ്ങനെ അവർ എഴുന്നേറ്റു. സ്നാത്വാകൃതോ വീരോ ജേവതു പരമം ജപം. ജപിക്കപ്പെടുന്നതായ പരമമായ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. അതിനുശേഷം വീണ്ടും അവർ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അവർ ത്രിപഥകാൻ നദിയും തീർശാന്തേ, അവിടെ നിന്ന് സഞ്ചരിച്ചിട്ട് അവർ സരയൂ നദിയും ഗംഗാനദിയും കൂടി ചേരുന്ന സ്ഥലത്തെത്തുകയാണ്. അവർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വലിയ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അവർ കുട്ടികളെ അവർ ചോദിച്ചു, എന്താണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് ഋഷിയോട് ചോദിക്കുകയാണ്. പിന്നെ അവിടെ ചില ആശ്രമ പ്രദേശങ്ങളൊക്കെ കാണുന്നുണ്ട്. അവർ ചോദിച്ചു, കസ്യായ ആശ്രമ പുണ്യ കൊന്വസ്മിൻ വസതേ പുമാൻ. ഈ ആശ്രമ പ്രദേശക്കാരുടേതാണ്, ഇവിടെ ആരാണ് മഹർഷിയെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ കഥകളൊക്കെ പറഞ്ഞു. പണ്ട് കാമദേവൻ മൂർത്തി ശരീരത്തോടു കൂടിയവനായിരുന്നു. വിഖ്യാതമായ ഒരു പുരാണ കഥയാണ്. ശിവൻ്റെ തപസ്സിറക്കാൻ വേണ്ടിയിട്ട് കാമദേവൻ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചു വന്നു. അപ്പോൾ കണ്ണു തുറന്ന ശിവൻ തന്നെ ഇങ്ങനെ ചഞ്ചലചിത്തനാക്കിയത് കാമദേവനാണെന്നിട്ട് കാമദേവൻ്റെ നേരെ 3-ാം തൃക്കണ്ണ് തുറന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്രോധാഗ്നിയിൽ കാമദേവൻ ദഹിച്ചു പോയി എന്നുള്ള കഥ ലോകപ്രസിദ്ധമാണ്. അന്ന് മുതൽക്കാണ് അദ്ദേഹം സ്മരൻ വെച്ചാൽ മനസ്സിൽ വിചാരിക്കപ്പെടുന്നവൻ, അനങ്കൻ, അംഗങ്ങളില്ലാത്തവൻ എന്നൊക്കെ കാമദേവന് പേരുണ്ടായത് എങ്ങനെയാണ്? അതുകൊണ്ട് ഈ കാമദേവന് ശരീരമില്ലാന്ന് അർത്ഥം. മനസ്സിലാണല്ലോ കാമം ഉണ്ടാകുന്നതിന്, പ്രത്യേകിച്ച് രൂപമൊന്നും ഉണ്ടാവണമെന്നില്ല എന്നുകൂടിയാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ അക്കാലത്ത് എന്തായിരുന്നു? ഈ ശിവൻ ദഹിപ്പിക്കാൻ ഭാഗം ശരീരം ഉണ്ടായിരുന്നു. കന്ദർപ്പോ മൂർത്തിമാനാസിൽ കാമയിത്യുച്യതേ ബുധൈഹി. കാമദേവൻ എന്നറിയപ്പെടുന്നതാണ്. അയാളിവിടെ പണ്ട് തപസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. അദ്ദേഹത്തെ എന്ത് ചെയ്തു?
അശരീരകൃത കാമക്രോധ ദേവേശ്വരേണ. ആ സാക്ഷാൽ പരമേശ്വരൻ്റെ ക്രോധത്തിൽ അദ്ദേഹം ദഹിച്ചു പോവുകയാണ് ചെയ്തത്. ആ കോപത്താൽ ദഹിപ്പെട്ട ശരീരം നശിച്ചു പോയതിനു ശേഷം കാമൻ പിന്നീട് ശരീരമൊക്കെ നേടി. അതായത് ശരീരമില്ലാത്ത ആൾക്കാർക്ക് അനങ്കൻ എന്ന് പേരുണ്ടായി. ആ പ്രദേശമാണ് അംഗരാജ്യമായിട്ട് പിന്നീട് അറിയപ്പെട്ടത്. കാമദേവൻ എവിടെ വെച്ച് ദഹിപ്പിക്കപ്പെട്ടോ ആ സ്ഥലം അയാളുടെ അംഗങ്ങളില്ലാതായല്ലോ, ആ അംഗരാജ്യം എന്നറിയപ്പെടുന്നു. അതാണ് ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ വീണ്ടും സഞ്ചരിക്കാൻ അവിടെ ധാരാളം മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വഴിക്ക് പല സ്ഥലങ്ങളിലും മഹർഷിമാരുടെ ആശ്രമപദങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോവാൻ. യവസൻ സുസുഖം തത്ര കാമാശ്രമപദേ തഥാ. കാമാശ്രമം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവർ സുഖമായിട്ട് താമസിച്ചു. പഴയ പല കഥകളും മഹർഷി അവർക്ക് പറഞ്ഞു കൊടുത്തു. അഭിരാമോ എന്നുള്ള ആത്മജവും എന്നാണ്. കഥകളിൽ അഭിരമിച്ചുകൊണ്ട് ഒരു കഴിഞ്ഞുകൂടി ഇതൊക്കെ പറയാൻ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ താടകയുടെ വാസസ്ഥലമായ ആ കാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ വിശ്വാമിത്രൻ അവരോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 24-ാമത്തെ സർഗത്തിൽ പറയുക. തതപ്രഭാതേ വിമലേ കൃതന്യകമരിന്തമോ. രാവിലെ രാവിലെയായി. അവർ ഗംഗാതീരത്താണെന്ന് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സാധാരണ പോലെ പ്രഭാതകൃത്യങ്ങളും വൈദികം സന്ധ്യാവന്തനമൊക്കെ ചെയ്തതിന് ശേഷം ഒരു പുതിയ തോണിയിൽ കയറിയിട്ട് ഗംഗ കടക്കാൻ. ഗംഗ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ ആ ശബ്ദം നേരത്തെ പറഞ്ഞതുപോലെ സരയും ഗംഗയും കൂടി കൂടിച്ചേരുന്ന വലിയ ശബ്ദമാണെന്നുള്ളത് വിശ്വാമിത്രൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവരെ പോയി ഗംഗാതീരം കടന്നതിന് ശേഷം ഈ താടക വസിക്കുന്ന പ്രദേശത്തെത്തുകയാണ്. അവിടെ എങ്ങനെയുള്ളതാണ് ആ കാട്ടുപ്രദേശം? ഭൈരവൈ ശ്വാപദൈകീർണം ശകുന്തൈ ദാരുണാരവൈ നാനാപ്രകാരൈ ശകുനൈ ഭാഷ്യദ്ഭിർ ഭൈരവസുനൈ സിംഹവ്യാഘ്രവരാഹൈശ്ച വാരണൈശ്ചാഭിശോഭിതം. അങ്ങനെ ഗംഭീരമായ കാടാണ്. പലതരത്തിലുള്ള മൃഗങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ വർണ്ണിക്കുകയാണ്. കാടിൻ്റെ വർണ്ണന വാൽമീകി പകുതിക്ക് നമ്മുടെ വിശദമായിട്ടുണ്ട്. സിംഹവും പുലിയും പന്നി ആനയുള്ളതായതാണ്. ഞമ, മരുത്, നീർമാതളം, കൂവളം മുതലായ വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാട് കണ്ടപ്പോൾ ഈ കാട് ഏതാണ് എന്ന് മഹാതേജസ്വിയായ വിശ്വാമിത്രനോട് രാമൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രൂയതാം വത്സക ആകൃഷ്ട, കേട്ടോളൂ, ആരുടേതാണെന്ന് കേട്ടോളൂ എന്നുകൊണ്ട് പറയാണ്. ഈ സ്ഥലം കൊണ്ട് ഏതോ ജനപദോ സ്ഫീതോ, ഈ ജനവാസമുള്ളതായ സ്ഥലങ്ങളെ മലദം, കരുഷം മുതലായിരിക്കുന്ന പേരോട് കൂടിയതാണ്. ഇതിന് ഈ പേര് മലദം വെച്ചാൽ മലത്തെ നൽകുന്നത് ഒക്കെയാണല്ലോ അർത്ഥം, മലിനമായതെന്നൊക്കെയാണ്. അതിനെന്താ കാരണം എന്നാണെങ്കിൽ മുമ്പ് വൃത്രൻ എന്നുള്ള പ്രസിദ്ധനായ അസുരനെ ദേവേന്ദ്രൻ കൊന്നു. വൃത്രൻ യജ്ഞാഗ്നിയിൽ നിന്നുണ്ടായവരാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊന്നപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാപാപം വൃത്രനുണ്ടായി. ഇത് ഭാഗവതം മുതലായ പുരാണങ്ങളിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വൃത്രവധത്തെക്കുറിച്ചുള്ള കഥകൾ പുരാണങ്ങളിൽ പല ദിക്കിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബ്രഹ്മഹത്യ കൊണ്ടുള്ള മാലിന്യം ഉണ്ടായി എന്നാണ്. ക്ഷുധാജൈവ സഹസ്രാക്ഷം ബ്രഹ്മഹത്യാസമാവിധൽ തമിന്ദ്രം മലിനം ദേവാശ്രയസ്തമോധന കലശൈ സ്നാപയാമാസും മലഞ്ചാസ്യ പ്രമോദയൻ. പശുമേധയാഗം കഴിച്ചിട്ട് ഇന്ദ്രനെ മോചിപ്പിച്ചതൊക്കെ ഭാഗവതത്തിലുണ്ട്. ഇവിടെ പറയുന്ന മഹർഷിമാരെന്ത് ചെയ്തു? ഈ വൃത്രവധം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മാലിന്യമൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവർ കലശൈ സ്നാപയാമാസു, നല്ല ശുദ്ധജലം കൊണ്ട്, അതായത് മന്ത്രജലം കൊണ്ട് അദ്ദേഹത്തെ കുളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മാലിന്യമൊക്കെ എന്ത് ചെയ്തു? ഇവിടെ ഒഴുക്കി. ഇഹ ഭൂമി അമ്മലം നിത്വാ ദേവ കാരുഷമേവര. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് മലദം, കാരുഷം എന്നൊക്കെ പേരുണ്ടായതെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ പ്രദേശങ്ങൾ ഇപ്പം വളരെയധികം ഭീഷണിയിലാണ്. താടക എന്ന് പറയുന്ന ഘോരയായ രാക്ഷസി ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കസ്യജിത്വകാലസ്യ യക്ഷിണി കാമരൂപിണി, അവളൊരു യക്ഷിയെന്നാണ് ഇവിടെ പറഞ്ഞത്. കാമരൂപിണിയാണ്. കാമരൂപിണിക്ക് ഇഷ്ടംപോലെ രൂപം മാറ്റാൻ സാധിക്കും. ഏത് രൂപത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഈ രാക്ഷസ സ്ത്രീകളെ. അവള് എങ്ങനെയുള്ളവളാണ്? ബലം നാഗ സഹസ്രസ്യാധാരയന്തി, അവൾ 1000 ആനയുടെ വിലയുള്ളവളാണ്. താടകാനാമ ഭദ്രന്തേ ഭാര്യ സുന്ദസ്യ ധീമത, സുന്ദൻ
എന്നയാളുടെ ഭാര്യയാണ്. ആയിരക്കണക്കിന് ആനകളുടെ ശക്തിയോടുകൂടിയവളാണ്. അവൾക്ക് മാരീചെന്നും പറയുന്ന മകനുണ്ട്. മാരീചോ രാക്ഷസപുത്രോ യസ്യ ശക്രപരാക്രമ, ഇന്ദ്രനെ പോലെ ബലപരാക്രമമുള്ളവനാണ് ഈ മാരീചൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ താടകയെ അല്ലയോ രാമ നീ വധിക്കണം ആദ്യമായി നിർദ്ദേശിക്കുകയാണ്. അതയേവ ജഗന്തവ്യം താടകായ അവനഞ്ചത. നമ്മളിപ്പോൾ താടകാവനത്തിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വഭാവബലമാശ്രിത്യ ജഹീമം ദുഷ്ടയാരിണിം, ദുഷ്ടയായിരിക്കുന്ന ഈ താടകയെ നീ വധിക്കണം എന്ന് വിശ്വാസത്തിന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സ്ത്രീകളെ വധിക്കുക, സ്ത്രീയാണല്ലോ എന്തായാലും. സ്ത്രീകളെ വധിക്കുന്നതിനെക്കുറിച്ച് രാമന് കുറച്ച് ധർമാശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ കഥയൊക്കെ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ രാമൻ ചോദിച്ചു, സ്വതേ യക്ഷികളൊക്കെ അല്പവീര്യങ്ങളാണ്, അവർക്ക് വലിയ ബലമൊന്നും ഇല്ല എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ഇവൾക്കെങ്ങനെയാണ് ഈ ആയിരാനയുടെ ബലമൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ താടകയുടെ പഴയ പൂർവ്വ ചരിത്രമൊക്കെ പറയുകയാണ്. വിശ്വാസം പറഞ്ഞു, പൂർവമാസിൻ മഹായക്ഷ സുഖേതു നാമ വീര്യവാൻ. പണ്ട് സുഖേതു എന്ന് പേരോടുകൂടി വലിയൊരു യക്ഷൻ, മഹായക്ഷൻ, കേമനായിരിക്കുന്ന യക്ഷൻ ഉണ്ടായിരുന്നു അർത്ഥം. പക്ഷെ ആൾക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനപത്യ ശുഭാചാരനായിരിക്കുന്ന ഈ സുഹേതു, മക്കളില്ലാത്തവനായ സുഹേതു ഗംഭീരമായി തപസ് ചെയ്തു. അപ്പോൾ പിതാമഹനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കന്യാരത്നം ദദോ രാമ താടക നാമത, താടക എന്നു പേരുള്ളവളായ ഒരു കന്യാരത്നത്തെ, നമ്മൾ രാക്ഷസിയെല്ലാം അർത്ഥം, ഈ സുഹേതു എന്ന് പറയപ്പെടുന്ന യക്ഷന് കൊടുത്തു. അതേ പുത്രന് വേണ്ടിയാണ് ഇതാർ ചെയ്തത്. പക്ഷേ പുത്രനല്ല, പുത്രിയാണ് കൊടുത്തത്. പുത്രിയായിട്ട് ഈ താടകയെ കൊടുത്തു. നത്വേവ പുത്രൻ യക്ഷായ ദദോ ബ്രഹ്മ മഹായശ, മഹായശസ്സുള്ളവനായ ഇവന് ഒരു പുത്രനെ കൊടുത്തില്ല. നതു ഏവ പുത്രൻ, പുത്രനെ കൊടുത്തില്ല, പുത്രിയെ ആണ് കൊടുത്തതെന്ന് അർത്ഥം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഈ അഗസ്ത്യ മഹർഷിയായിട്ട് എന്തോ ഒരു സംഘർഷം ഉണ്ടായി. അതൊന്നും ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല. ഈ യൗവനശാലിനിയായിരിക്കുന്ന ഈ ഭാര്യയോട് കൂടിയിട്ട് ഈ മകളോട് കൂടിയിട്ട് കഴിയാണ്. മകളെന്ത് ചെയ്തു, സുന്ദൻ എന്ന് പറയുന്ന ആ യക്ഷന് ഈ സുഖേത് വിവാഹം വെച്ചു കൊടുത്തു. അതാ പിന്നെ പറയുന്നത്. അവളിലെ കേമത്തിയായിരുന്നു. ജംഭപുത്രായ സ്വന്തായ അത് ഭാര്യയായ അശ്വിനി, ജംഭൻ്റെ പുത്രനായ സ്വന്തന് ഈ താടക വിവാഹം ചെയ്തു കൊടുത്തു. അതാണ് പഴയ കഥ. അതായത് സുഖേതുവിന് മകളിൽ നിന്ന് ബ്രഹ്മാവ് കൊടുത്ത മകളാണ്. അവളെ സുന്ദൻ എന്ന യക്ഷന് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ എന്തോ കാരണം കൊണ്ട് അവൾക്ക് അതിലേക്ക് മാരീചൻ എന്നുള്ള മകനൊക്കെ ഉണ്ടായി. അഗസ്ത്യൻ്റെ ശാപം കൊണ്ട് അവൾ യക്ഷിണിയായി തീർന്നതാണ്. സുന്ദനും ഒരു യക്ഷനായി തീർന്നു. സുന്ദനെ അഗസ്ത്യ വധിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സുന്ദൻ, തൻ്റെ ഭർത്താവായ സുന്ദൻ വധിക്കപ്പെടുകയും തനിക്ക് രാക്ഷസീയ രൂപം. അപ്പോൾ അവൾ ക്രോധത്തോടു കൂടി അഗസ്ത്യനെ ആക്രമിച്ചു. അപ്പോൾ അവൾ രാക്ഷസത്വം ഉണ്ടായില്ല. രാക്ഷസത്വം ഭജസ്വേദി മാരീചം വ്യാജഹാര, അവളെ മകനായ മാരീചനെ രാക്ഷസ സ്വഭാവികളായിട്ട് മാറ്റി സുന്ദരെ വധിക്കുകയും ചെയ്തു. വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അർത്ഥം. ഇവളാകട്ടെ മനുഷ്യരെ പിടിച്ചു നിന്നവളും വളരെയധികം വിരൂപിയായിട്ട് തീർന്നു. ഈ ദ്വേഷം കൊണ്ട് അഗസ്ത്യൻ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് കൊണ്ടുള്ള ദ്വേഷം കൊണ്ട് അവൾ ഈ പ്രദേശം മുഴുവൻ നശിപ്പിക്കാൻ പുറപ്പെട്ടു. അതുകൊണ്ട് അവളെ നീ വധിക്കണമെന്നാണ് വിശ്വാസത്തെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് അവൾ യക്ഷിണിയാണെങ്കിൽ ഇങ്ങനെ ബലം ഉണ്ടായിത്തീർന്നത് രാക്ഷസീയമായ രൂപം പ്രാപിച്ചുകൊണ്ടാണ്. അവൾ നീ എന്ത് വേണം, നേരാഹവതർത്താഞ്ജക്ഷിം പരമദാരുണം ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹി ദുഷ്ടപരാക്രമം. അവൾ ദുഷ്ടപരാക്രമിയായിരിക്കുന്ന ഈ പാപിയായിരിക്കുന്ന ഈ താടകയെ നീ വധിക്കണമെന്നാണ്. അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഉപരം എന്താണ്, ഗോബ്രാഹ്മണ ഹിതാർത്ഥായ, പശുക്കൾക്കും ബ്രാഹ്മണർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ത്രീകളെ വധിക്കണമെന്ന് കേട്ടപ്പോൾ സ്ത്രീയായിരിക്കുന്ന താടകയെ വധിക്കണം എന്നുള്ളത് രാമന് അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, നിഹിതേ സ്ത്രീവധകൃതേ ഘൃണാകാര്യാന്നരോത്തമ, നീ സ്ത്രീയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ദയ എന്നോട് കാണിക്കണ്ട. കാരണം എന്താണ്, അവൾ അക്രമം ചെയ്യുന്നവളാണ്. ചാതുർവർണ്ണ ഹിതാർത്ഥം, ചാതുർവർണ്ണ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നീ വധിക്കണം എന്നുള്ളതാണ് വിശ്വാമിത്രൻ്റെ ആവശ്യം. അതുകൊണ്ട് അധർമ്മ്യാം ജഹി കാകുസ്ത ധർമ്മോഹ്യസ്യ ന വിദ്യതേ, ഇവൾ ധർമ്മം ഒന്നും അർഹിക്കുന്നവളല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം,
അധർമ്മിയായിരിക്കുന്നവളെ ജഹി വധിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് പ്രമാണവും പറഞ്ഞു. നമുക്കങ്ങനെയല്ല, പഴയ കാലത്ത് ആൾ ചെയ്തിട്ടുണ്ട്, കേൾക്കട്ടെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബലം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ വിശ്വാമിത്രൻ പറഞ്ഞു, സ്ത്രീകളെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര നിന്ദ്യമായിട്ട് കരുതേണ്ടതില്ല. പണ്ട് സാക്ഷാൽ ഇന്ദ്രൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിരോചന പുത്രിയെ അവൾ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ കൊന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശ്രീദേഹി പുരാശക്രോ വിരോചന സുതാനിർവാഹ പൃഥിവിയും കന്തുവിച്ഛന്തിയും മന്ധര എന്നാണ് അവളുടെ പേര്. ഇപ്പോൾ വിരോചന പുത്രിയായിരിക്കുന്ന മന്ധരയെ അവൾ ലോകമൊക്കെ നശിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രൻ വധിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് കുറച്ചുകൂടി കേമമായ ഉദാഹരണമായിട്ട് വിഷ്ണുവിനെ തന്നെ ഉദ്ധരിക്കുകയാണ്. പണ്ട് വിഷ്ണു ഭൃഗുപത്നിയെ, പതിവ്രതയായിരിക്കുന്ന ഭൃഗുപത്നിയെ, ഭൃഗുവിൻ്റെ മഹർഷിയുടെ ഭാര്യയെ നഷ്ടം, ഭൃഗുപത്നി പതിവ്രത അതിന്ദ്രൻ ലോകവിച്ഛന്തി കാവ്യമാതാ നിഷോധിത. കാവ്യൻ എന്ന് പറയുന്നത് ശുക്രനെ പറ്റിയാണ്, ശുക്രാചാര്യനെ പറ്റിയാണ്. ശുക്രാചാര്യരുടെ അമ്മയും ഭൃഗുവിൻ്റെ പത്നിയുമായിരിക്കുന്ന പതിവ്രതയായിരിക്കുന്ന ഭാര്യയും കൊന്നു. ഈ കഥകളൊക്കെ ദേവീഭാഗത്തിലൊക്കെ കാണാം. ഇവിടെ പറയുന്നത് ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ കുറേയൊക്കെ പരാജയപ്പെട്ടു, അവർ യാതൊരു നിവൃത്തിയില്ലാതെ. ആ സമയത്ത് ശുക്രൻ, അവരുടെ ആചാര്യനായ ശുക്രൻ തപസ്സിനെ ഒട്ട് പോയിരുന്നായിരുന്നു. അപ്പോൾ നൂറുകണക്കിന് അസുരന്മാരെ ദേവന്മാരിങ്ങനെ വധിച്ചിട്ടപ്പോൾ അവർ ഭയാക്രാന്തരായിട്ട് ഭൃഗുപത്നിയായ ഈ ശുക്രൻ്റെ അമ്മയായ തപസ്വിനിയെ, അവളെ പേര് ഖ്യാതി എന്നാണെന്നും പുലോമാണെന്നൊക്കെ അത് വ്യക്തമായിട്ട് പല ദിക്കിലും പറയുന്നില്ല. എല്ലാ ദിക്കിലും കാവ്യമാതാവിനെ ആശ്രയിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ മഹർഷിയുടെ പേരല്ല പറയുന്നതാണ്. ഖ്യാതിയാണ് ഭൃഗു വിവാഹം കഴിച്ചത് ഭാഗവതത്തിലുണ്ട്. മഹാഭാരതത്തിൻ്റെ ആദ്യത്തിൽ പുലോമ ഭൃഗുവിൻ്റെ പത്നിയാണെന്ന് കാണാം. അതുകൊണ്ട് ഇതിൽ രണ്ടാളിൽ ഒരാളായിരിക്കണം എന്ന് ഊഹിക്കിയ രക്ഷയുള്ളൂ. ഏതായാലും ആ കാവ്യമാതാവിനെ ആശ്രയിച്ചപ്പോൾ അവൾ ഈ അസുരന്മാർക്കൊക്കെ അഭയം കൊടുത്തു. അങ്ങനെ അസുരന്മാർക്ക് ഈ ഭൃഗുപത്നി അഭയം കൊടുത്തത് വിഷ്ണു സഹിച്ചില്ല. വിഷ്ണു അവിടെ വസിച്ചു. അതുകൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ട് സ്ത്രീകളെ വധിക്കുന്നതിനെക്കുറിച്ച് വിചാരിച്ചിട്ട് രാമ ചിത്തചാഞ്ചല്യൊന്നും വേണ്ട. പണ്ട് യോഗ്യന്മാരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. വിഷ്ണു വധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ വധിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും യഥാർത്ഥത്തിൽ ശ്രീരാമനെ അവളെ വധിക്കണം എന്ന് വിചാരം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ധർമ്മശങ്ക ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. സ്ത്രീകളെ വധിക്കുന്ന എല്ലാ ധർമ്മശാസ്ത്രങ്ങൾക്കെതിരാണല്ലോ എന്നൊക്കെയുള്ള വിചാരമുണ്ട്. അതുകൊണ്ട് ലക്ഷ്മണനോട് സ്വകാര്യമായി അടുത്ത് ചെന്നിട്ട് രാമൻ പറയുന്നത്, ഞാനിവിടെ വധിക്കാമെന്ന് വിചാരിക്കുന്നില്ല, ഇവളുടെ കാതും മൂക്കൊക്കെ മുറിച്ചിട്ട് അവളെ നിവർത്തിപ്പിക്കാം, പിന്മാറ്റിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ്. പക്ഷേ വിശ്വാമിത്രനോട് പറഞ്ഞെന്താണ്, പിതൃവചന നിർദ്ദേശാൽ പിതൃവചന ഗൗരവാൽ വചനം കൗശികസ്യേതി കർത്തവ്യം അവിശങ്കയാ പറഞ്ഞ മഹർഷിയോട് പറഞ്ഞു, അച്ഛൻ്റെ വാക്കിൻ്റെ ബലം കൊണ്ടും ദശരഥൻ അയച്ചിരിക്കുന്നത് വിശ്വാമിത്രൻ്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാനാണല്ലോ, അതുകൊണ്ടും കുലഗുരുവായ വസിഷ്ഠൻ്റെ വാക്കിനെ ഗൗരവമായി എടുത്തിട്ട് ഞാൻ അങ്ങയുടെ വാക്ക് പ്രകാരം പ്രവർത്തിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ വധിക്കുന്നതിൽ ഒരു ശങ്ക എപ്പോഴും രാമനുണ്ടായിരുന്നു. ലക്ഷ്മണനോട് പറയുന്നില്ല, ഞാൻ ഇവളുടെ കാതും മൂക്കൊക്കെ മുറിച്ചുകളാന്ന് വിചാരിക്കുന്നു. അവളിതാ വിനിവൃത്താങ്കരവും യദ്യഹൃത കർണ അഗ്രമാശയാം എന്ന് 11-ാം ശ്ലോകത്തിൽ കാണാം. ഏതാം പശ്യ ദുരാധർഷാം ആയാബലസമന്വിതാം പശ്യ ലക്ഷ്മണനോട് പറയാണ്, ഈ യക്ഷിയുടെ ഈ വലിയ ശരീരവും ഭീകരമായ ശരീരമൊക്കെ കാണും, ഞാനെന്ത് ചെയ്യുന്നു, ഇവളെ വിനിവൃത്താങ്കരവും യദ്യ ഹൃത കർണ അഗ്രമാശയാം, മൂക്കും ചെവിയൊക്കെ മുറിച്ചിട്ട് ഇവളെ വിനിവൃത്താം, പിന്തിരിപ്പിക്കാം, ഇവിടെ വിട്ടേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല ഉണ്ടായത് അവസാനം. കാരണം അവൾ വളരെ ഹുങ്കാരത്തോടു കൂടിയിട്ട് ഗംഭീരമായ രൂപത്തോടു കൂടി ഒന്ന് ഇവരെ വധിക്കാന്നൊക്കെ വേണം. ശിലാവർഷം, കല്ലുകളൊക്കെ പെറുക്കി എറിഞ്ഞു നോക്കും. അദ്ദേഹം ഈ രാമൻ വില്ലിൻ്റെ ഞാണ് പിടിച്ചു വലിച്ചപ്പോഴുള്ള ശബ്ദം കേട്ടിട്ട് അവളെ ചുക്രോധാണ് അവാകിരൽ സുഖത തതശ്ചുക്രോധ രാഘവ ശിലാവർഷം മഹത്തസ്യ ശരവർഷേണ രാഘവ. അവൾ ഗംഭീരമായിരിക്കുന്ന ശിലാവർഷം നമുക്ക് ചെയ്തു. ഉള്ളം കല്ലുകളൊക്കെ പൊരിഞ്ഞെടുത്ത് നടത്തുന്നത് രാക്ഷസീയമായ രീതിയിലാണ്. സൗമിത്രി ലക്ഷ്മണനാകട്ടെ സൗമിത്രിയോൽ ക്രോധാത് ഹൃതകർണാഗ്രനാസിയാം, രാമൻ പറഞ്ഞ പോലെ മൂക്കും ചെവിയൊക്കെ മുറിക്കുകയും ചെയ്തു. കാമരൂപധരാസാധു കൃത്വ രൂപാണ്യനേകശ, അവൾ പല രൂപങ്ങളും പ്രാപിച്ചിട്ട് അന്തർധാനം ഗതായക്ഷി മോഹയന്തി സുമായ,
സ്വന്തം മായ കൊണ്ട് ഈ രാമലക്ഷ്മണന്മാരെയൊക്കെ മോഹിപ്പിച്ചുകൊണ്ട് അവള് അന്തർധാനം ചെയ്തു. മറഞ്ഞു നിന്നിട്ട് അവന് ഇതൊക്കെ ചെയ്ത് നടത്തും. അശ്മവർഷം വിമുഞ്ചന്തിന്നാണ്. വീണ്ടും കല്ലിൻ്റെ വർഷം തന്നെ ഉണ്ടായതാണ്. അപ്പോഴും വിശ്വാമിത്രൻ ഈ രാമൻ അവളെ കൊല്ലുന്നതിൽ കുറച്ചൊരു വൈമുഖ്യമുണ്ട് അദ്ദേഹത്തിനെന്നും അവളൊരു മൃദുസമീപനം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവള് ആ വിശ്വാമിത്രൻ വീണ്ടും പറഞ്ഞു, ദൃഷ്ട്വാധികൃത ശ്രീമാനിതം വചനമബ്രവീൽ അലന്തേ ഗണയാ രാമ പാപൈഷാ ദുഷ്ടചാരിണി. അല്ലേ രാമ ഇവളോട് ലേവലേശം ദയ കാണിക്കേണ്ടതില്ല, അവളെ ദുഷ്ടചാരിണിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. പിന്നെ അവൾ ഇവരെ വധിക്കാതൊക്കെ ഉള്ളതാണ് അവൾ വന്നത്. അതുകൊണ്ട് അവളെ തടഞ്ഞു വെച്ചതിന് ശേഷം ശരേണോരസി വിവ്യാത സാപവാതമാരത, അദ്ദേഹം വില്ല് തൊടുത്ത് അവളുടെ മാരടത്തിലേക്ക് അയച്ചു. അവൾ വീണ് മരിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞ താമഹതാം ഭീമസങ്കാശാം. വളരെ ഭീമമായ വളരെ വലിയ രൂപത്തോടു കൂടി അവൾ വീട് കഴിഞ്ഞപ്പോൾ ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടായിരുന്നാണ്. വാച പരമപ്രീത സഹസ്രാക്ഷ പുരന്തര സുരാഷ്ട്ര സർവേ സംഹൃഷ്ട വിശ്വാമിത്രമഥാബ്രുവൻ. ദേവന്മാർക്ക് വലിയ സന്തോഷമുണ്ടായി. അവരൊക്കെ സന്തുഷ്ടരായിട്ട് പറഞ്ഞു, തോഷിത കർമ്മണേനേന. വിശ്വാമിത്രനോട് പറഞ്ഞു, വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ വധിച്ചത്. വിശ്വാമിത്രനോട് പറഞ്ഞു, ഇതാ അങ്ങ് ചെയ്തുകൊണ്ട് നന്നായി, ഞങ്ങൾക്ക് ഒക്കെ സന്തോഷമായി എന്ന് പറഞ്ഞു. കർത്തവ്യം സുമഹൽ കർമ്മ സുരാണാം രാജസൂന. ഈ രാജപുത്രനായ ഈ രാമൻ ചെയ്തത് വലിയ കർത്തവ്യമാണെന്ന് പറഞ്ഞു. അവരൊക്കെ കൂടി സന്തോഷിച്ചു. വിശ്വാമിത്രനെ അവർ പൂജിച്ചു. വിശ്വാമിത്രം പൂജയന്തസ്തത സന്ധ്യാപ്രവർത്തതയെ. അങ്ങനെ ആ ദിവസം രാത്രിയിൽ അവർ താടകാവനത്തിൽ തന്നെ താമസിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പ്രകരണം അവസാനിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എന്തിനാണ് സ്ത്രീയായിട്ട് പോലും രാമൻ വധിച്ചത് എന്നാണെങ്കിൽ, അവൾ സ്ത്രീ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് സ്ത്രീയാണെന്ന് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി കൊണ്ട് വളരെയധികം ദുഷ്ടയായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണാവതാരത്തിൽ പൂതനയെ വധിച്ചുവല്ലോ. സ്ത്രീവധം നിന്ദ്യമാണെന്ന് പറയുന്നത് സ്ത്രീ ദയയുടെയും മാതൃത്വത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ ഒരു മൂർത്തിയാണ് എന്നുള്ളതിനൊക്കെയാണ്. മറിച്ച് അത്തരം മാർദ്ദവങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും വളരെ രൂക്ഷമായ രീതിയിലും വളരെ ക്രൂരമായ രീതിയിലും മറ്റുള്ളവരെ വധിക്കുകയൊക്കെ ചെയ്യുന്നവളായിരുന്നു ഈ താടക. അതുകൊണ്ടാണ് താടകയെ വധിച്ചത് അർത്ഥം. പക്ഷേ വളരെ ചിലരൊക്കെ താടകയ്ക്ക് രാമനോട് കാമുണ്ടായിരുന്നു എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അത് രാമനിലല്ല, കൃഷ്ണൻ തമ്പിയുടെ കൃഷ്ണൻ തമ്പി എന്നൊരാളുടെ താടകാപഥം എന്നൊരു ആട്ടക്കഥ എഴുതിയിരുന്നു. ആട്ടക്കഥയിലുള്ളത് ഈ രാമന്മഥ ചരേണ താടിത എന്നൊരു പ്രയോഗമുണ്ട്. രാമനാകുന്ന കാമദേവൻ്റെ ശരമേറ്റിട്ട് എന്നാണ്. ഇപ്പോൾ കാമദേവനെ പോലെ അവൾ കരുതി, സൗന്ദര്യം കണ്ടിട്ട് അവർ മോഹിച്ചു പോയി. അങ്ങനെയുള്ള ആ രാമൻ്റെ ശരമേറ്റിട്ട് മരിച്ചു എന്നൊരു സൂചന അവിടെയുണ്ട്. ഒരു വിചിത്ര വ്യാഖ്യാനമാണ്. ഏതായാലും ഇതാണ് വാൽമീകി രാമായണത്തിൻ്റെ ചുരുക്കത്തിൽ താടകാവധത്തിൻ്റെ രീതി. ഇനി നമുക്ക് അധ്യാത്മരാമായണാദികളിൽ എങ്ങനെ പറഞ്ഞു നോക്കാം. അധ്യാത്മരാമായണത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇത്തിരി വിസ്തൃതമായ വർണ്ണനയില്ല. നാലാം സർഗത്തിലാണ് അധ്യാത്മരാമായണത്തിൽ ഈ താടകാവധമുള്ളത്. വളരെ 6 ശ്ലോകങ്ങൾ കൊണ്ട് പറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുള്ളൂ. ഈ കാട്ടിലെ താടക വധിക്കുന്നുണ്ട്, അവൾ വളരെ ദുഷ്ടയാണ്, അതുകൊണ്ട് നീ അവളെ വധിക്കണേ എന്ന് പറഞ്ഞു. രാമൻ്റെ ഈ പരിഭ്രമങ്ങളോ സ്ത്രീകളെ കൊല്ലാൻ പാടുണ്ടോ എന്നുള്ള വിഷമങ്ങളോ ഒന്നും അധ്യാത്മകാരൻ ചിത്രീകരിച്ചിട്ടേ ഇല്ല. ഒരു ശങ്കയില്ലാതെ വിശ്വാസത്തെ പറഞ്ഞു, അതുകൊണ്ട് കൊല്ലുകയും ചെയ്തു. ഒന്നൊറ്റ മാത്രമേ ഉള്ളൂ. ആ ശ്ലോകം മാത്രം കേൾപ്പിക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് കാപ്രശ്ശേരി അപ്പുണ്ണിക്കൈകളുടെ പദാനുപദാർത്ഥം വായിക്കാൻ. ഇവിടെ പാർത്തിടുന്നല്ലോ താടകാനാമ രാക്ഷസി സർവക്കം ദ്രോഹമേൽപ്പിപ്പോൾ അവളെ കൊല്ല സാമ്പ്രതം ശരിയെന്നോതി രാമൻ പെരുവില്ലണി ഞാനിനെ മുറുക്കി ശബ്ദമുണ്ടാക്കും മുറയ്ക്കൊന്നു വലിച്ചുതേ. ശബ്ദം കേട്ടു സഹിക്കാതെ ക്രോധവേഗേന താടക രാമൻ്റെ നേർക്ക് പാഞ്ഞെത്തി കാർമേഘം പോലെ രാക്ഷസി. പിളർന്നാൻ രാമൻ ഒറ്റമ്പാൽ തളരാത്തവൾ മാറിടം വീണുപോയി രാക്ഷസി ഘോര നിളഞ്ചുറ്റും വമിച്ചവൾ ശാവാൽ പിശാചിയായി തീർന്നവൾ താടകാരാമചന്ദ്രനാൽ മുക്തയായി യക്ഷിയായി മാറി ഉന്നപ്പോൾ പൊന്നണിഞ്ഞവൾ. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ അധ്യാത്മരാമായണത്തിൽ അതിൻ്റെ വിവരണം. അതായത് ഇവിടെയാണ് താടക വസിക്കുന്നത്, അവൾ ദുഷ്ടയാണ്, അവളെ കൊല്ലണമെന്ന് പറഞ്ഞു. രാമൻ തഥേതി, സംസ്കൃത പോലത്തില്ല, തഥേതി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു.
അമ്പ് വലിച്ചപ്പോൾ അവൾ അതിഭീകരമായ രൂപത്തിൽ വന്നു, അവളെ അമ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്തു. തീർന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ രാമൻ്റെ ധർമാശങ്കകളെ കുറിച്ചൊന്നും അധ്യാത്മരാമായണകാരൻ സൂചിപ്പിച്ചിട്ടേ ഇല്ല. പക്ഷെ വാൽമീകിയല്ല, രാമനെ കൊല്ലുന്നത് ശരിയാണോ എന്നുള്ള ശങ്ക ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടു. ഇനി മറ്റ് രാമായണങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ചുരുക്കി പറഞ്ഞ ശേഷം അഹല്യാമോക്ഷം മുതലായിരിക്കുന്ന മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കാം. തൽക്കാലം ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.